സിനിമാ മേഖലയിൽ തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുന്നതാണ്. അത് സിനിമയെ ബാധിക്കരുതെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. സോണിയ മാറി ഉള്ളതുകൊണ്ട് സിനിമ കുറച്ചും കൂടി നന്നായിരുന്നു. പടം പോലീസ് മേഡം കലക്കി. ലാഗ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ലാഗ് പിന്നെ കണ്ടിരിക്കാൻ വേണ്ടി തോന്നി. പടത്തിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല മെസ്സേജ് ആയിട്ട്. സോണിയ മാറി ഉള്ളതുകൊണ്ട് സിനിമ കുറച്ചും കൂടി നന്നായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് ഇൻട്രോനേഷൻ നല്ല സ്മൂത്തായിട്ട് പോയി. ആദ്യം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നെങ്കിലും ഇൻട്രോനേഷൻ കൊള്ളായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല പടം. ലാഗ് ഫസ്റ്റ് ഹാഫ് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. എടുത്തു വരെയൊക്കെ ഒന്നുമില്ല. കണ്ടിന്യൂ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ട്. ബ്രോ നല്ല സൂപ്പർ പടമാണ്. സോണിയ മറന്ന ചേച്ചി നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, അതിനുശേഷം സൂപ്പറായി. പടം അടിപൊളി പടം. ഇപ്പോഴും ബാക്കി വേറെ വിഷയമൊന്നുമില്ല, നല്ല കാണാൻ പറ്റിയ പടമാണ്, ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. ലാഗ് ഫസ്റ്റ് ഉണ്ടായിരുന്നു, ലാഗ് പിന്നെ കണ്ടിരിക്കാൻ വേണ്ടി തോന്നി. നല്ല സൂപ്പർ പടമാണ്, എല്ലാവരും മസ്റ്റായിട്ട് കാണണം. കൊള്ളാം, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം എന്നാണ്. അതെന്ന് വെച്ചാൽ കോമഡിയൊക്കെ ഉണ്ട്, എല്ലാം നൈസായിട്ടുണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്ന പടമാണ്. കൊള്ളൂല, ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് വെച്ച് കൊള്ളാം. കണ്ടിരിക്കാൻ പറ്റും. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. എടുത്ത് പറയാൻ അങ്ങനെ ചോദിച്ചാൽ എടുത്ത് പറയാൻ കോമഡി ആയിട്ടുണ്ട്. പിന്നെ അതിൽ അവർ സുകുമാരക്കുറുപ്പ് ഗ്യാങ് ചെയ്യണ ഇതൊക്കെ ഉണ്ട്. കാണാൻ പറ്റിയ പടം തന്നെ. ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗുണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫ് വെച്ച് കൊള്ളാം. പടത്തിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല മെസ്സേജ് ആയിട്ട്. വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാണാൻ പറ്റും, കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെ. കഥയുണ്ട്. പടം പോലീസ് മേഡം കലക്കി. എല്ലാവരുടെ അഭിനയം നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. അതിൻ്റെ ഒരു തെറ്റ് പറയാൻ തക്കതായിട്ടുള്ള അതിലൊന്നുമില്ല, ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടിച്ചുപൊളിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ ശകലം കൊമാഡിയനും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമ, നല്ല സിനിമ, കുഴപ്പമില്ല. ഗാങ്സ്റ്റർ സുകുമാരക്കുറുപ്പ് ഒരു ഫണ്ണി സിനിമയാണ്, കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്, കുഴപ്പമില്ല. കാക്കിപ്പടയുടെ സംവിധായകൻ ഷെബി ചൗക്കറ്റിൻ്റെ സിനിമയാണ്. ഞാനും ഇതിനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷാജി കൈലാസാൻ്റെയും ആനി മാമിൻ്റെയും മകൻ റുഷിൻ കൈലാസാണ് ഇതിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. പിന്നെ അബു സലീം ത്രൂ ഔട്ട് ഒരു ലീഡ് റോൾ ചെയ്യുന്നൊരു സിനിമ കൂടിയാണ്. ഒരു ഫണ്ണി എൻ്റർടൈൻമെൻറ്റ്, കണ്ടിരിക്കാം. കുടുംബ പ്രേക്ഷകരെല്ലാം വന്ന് തിയേറ്ററിൽ വന്ന് വലിയ സിനിമകൾ ഒപ്പം തന്നെ ഈ നമ്മുടെ ഒരു ചെറിയ സിനിമയും സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഓണത്തിന് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ പോകുന്നതാണ്. അത് സിനിമയെ ബാധിക്കരുതെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന്, കാരണം ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഗാങ്സ്റ്റർ സുകുമാരക്കുറുപ്പിനെയും അതേപോലെ ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് പോകുന്നതാണ്. അതായത് റോങ് കുറേ മെസ്സേജുകൾ പറയാതെ പറയുന്നുണ്ട്, കുറേ സാധനങ്ങൾ സമൂഹത്തോടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളിപ്പം ഏത് വഴിയിലും വളഞ്ഞ വഴിയിൽ കാശുണ്ടാക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഒരു മെസ്സേജ്, പ്രത്യേകിച്ചൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിനിമയല്ല, ഒരു ഫണ്ണി എൻ്റർടൈൻമെൻറ്റായിട്ട് അങ്ങനെ പോകുന്നൊരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.